നമ്മുടെ MP തല സംഘം മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ്, വിദേശ സന്ദർശനത്തിന് പോവുകയാണ്. ആരൊക്കെയുണ്ട് ടീമിൽ, ഏതൊക്കെ രാജ്യങ്ങളാണ് ഇവർ സന്ദർശിക്കാനിരിക്കുന്നത്? പ്രധാനമായും നമ്മുടെ MP മാരോട് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റു രാജ്യങ്ങളോട് പ്രതിനിധികളോടൊക്കെ വിശദീകരിക്കാനിരിക്കുന്നത്? വിനീഷ, തീർച്ചയായും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പാക് ഭീകരത ലോകരാജ്യങ്ങളോട് തുറന്നു കാട്ടുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ഉള്ള MP മാരും അതോടൊപ്പം നയതന്ത്ര വിദഗ്ധരടക്കം നിരവധി പേർ ഇന്നു മുതൽ വിദേശ പര്യടനം ആരംഭിക്കുന്നത്. പ്രധാനമായും ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട സുപ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതായത് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ഓർമ്മ ദിനം കൂടിയാണ്. അതേ ദിവസം തന്നെയാണ് അന്നത്തെ സർക്കാർ മെയ് 21-ാം തീയതിയായി ഭീകര വിരുദ്ധ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേ ദിവസം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഭീകരതയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി ഇന്ത്യൻ MP മാരും അതോടൊപ്പം മറ്റു നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും പ്രധാനമായും മറ്റു രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. എന്തായാലും രണ്ട് സംഘങ്ങളാണ് ഇന്ന് പര്യടനം നടത്തുക. ആദ്യഘട്ടത്തിലുള്ള സംഘം ഇന്ന് 11 മണിക്ക് ദില്ലിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിന്നും പുറപ്പെടും. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള സംഘം 7 മണിയോട് കൂടി, അതായത് വൈകുന്നേരം 7 മണിയോട് കൂടി പുറപ്പെടുമെന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. എന്തായാലും ആദ്യ സംഘത്തിൽ 9 പേരാണ് ഉണ്ടായിരിക്കുക. JDU-വിൻ്റെ MP ആയിട്ടുള്ള അനിൽകുമാർ ഝാ ആയിരിക്കും ഈ സംഘത്തെ നയിക്കുന്നത്. ഇതിൽ CPIM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭാ കക്ഷി അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും 11 മണിയോട് കൂടിയാണ് ഈ സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്നത്. പ്രധാനമായും ബാങ്കോക്ക് വഴി ജപ്പാനിലേക്കാണ് ഈ സംഘം ആദ്യം പുറപ്പെടുക. പിന്നീട് മലേഷ്യ തുടങ്ങിയിട്ടുള്ള ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള മറ്റു രാജ്യങ്ങളിലേക്കും പ്രധാനമായും ഈ സംഘം എത്തുകയും ചെയ്യും. മെയ് 24-ാം തീയതി വരെ ഈ സംഘം വിവിധ രാജ്യങ്ങളിൽ പങ്കെടുക്കുകയും എത്തി നയതന്ത്ര വിദഗ്ധരെയും അതോടൊപ്പം മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും കാണും. അതോടൊപ്പം ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ ജനതയോടൊപ്പം ഇന്ത്യൻ പൗരന്മാരോടൊപ്പം സംവദിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ഈ സംഘങ്ങളുടെ വിദേശ പര്യടനം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും അതാത് മാധ്യമങ്ങളുമായി പങ്കുവെക്കുമെന്ന വിവരവും ഇപ്പോൾ MP-മാരടക്കമുള്ള ആളുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് പുറപ്പെടുന്ന ആദ്യത്തെ സംഘം 11 മണിയോട് കൂടിയാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നത്. CPIM-ന്റെ രാജ്യസഭാ കക്ഷി അംഗം ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആളുകൾ ഇന്ന് ബാങ്കോക്ക് വഴി ജപ്പാൻ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയിലേക്കാണ് പുറപ്പെടുക. 4 ദിവസം ഈ സംഘം അവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജനപ്രതിനിധികൾ അതോടൊപ്പം നയരൂപീകരണ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ സംഘത്തെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും പാകിസ്ഥാൻ്റെ ഭീകരതയും അതോടൊപ്പം പാകിസ്ഥാൻ കൊണ്ടുപോകുന്ന ഭീകരത ലക്ഷ്യങ്ങളും മറ്റു രാജ്യങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടും ഇന്ത്യ ഭീകരതയ്ക്കെതിരെ എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും ഈ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി പങ്കുവെക്കുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. എന്തായാലും രണ്ടാം സംഘം ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടി അല്ലെങ്കിൽ 7 മണിയോട് കൂടി പുറപ്പെടുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ സംഘത്തിലും മലയാളിയായിട്ടുള്ള ഇട്ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള ആളുകളുണ്ട്. എന്തായാലും ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ ആയിട്ടുള്ള MP നേതൃത്വം നൽകുന്ന സംഘമായിരിക്കും UAE അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പുറപ്പെടുക. വിവിധ അറബ് രാജ്യങ്ങളുമായി ഈ സംഘം പര്യടനം നടത്തുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര വിദഗ്ധരെയും മാധ്യമങ്ങളെയും ഇന്ത്യൻ പൗരന്മാരെയും കണ്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം പാകിസ്ഥാൻ്റെ ഭീകരത വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യുകയും ചെയ്യും. എന്തായാലും 4 ദിവസങ്ങൾ തന്നെയായിരിക്കും ഈ സംഘവും UAE അടക്കമുള്ള വിവിധ മേഖലകളിൽ ഉണ്ടാവുക. പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് തന്നെ പുറപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും രാജ്യം ഭീകരതയ്ക്കെതിരെ എടുത്തിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിലെ നയതന്ത്ര വിദഗ്ധരുമായി പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിദേശ പര്യടനത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതോടൊപ്പം UN സഭയിൽ അംഗങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലേക്കും ഈ സംഘങ്ങൾ ഒക്കെ തന്നെയും പര്യടനം നടത്തുകയും ചെയ്യും. അതോടൊപ്പം UN-ന്റെ പരിഗണനയിലുള്ള, അതായത് UN രക്ഷാസമിതിയിൽ അംഗങ്ങളല്ലാത്ത അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യങ്ങൾ അംഗങ്ങളാവാൻ സാധ്യതയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഈ സംഘങ്ങൾ പര്യടനം നടത്തുകയും ചെയ്യും. പ്രധാനമായും പാകിസ്ഥാന് അതോടൊപ്പം ചൈന, തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പര്യടനം നടക്കുന്നത്. പ്രധാനമായും ചൈനയെയും അതോടൊപ്പം തുർക്കിയെയും ഒഴിവാക്കുക എന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാനെ ക്രമാതീതമായിട്ട് അല്ലെങ്കിൽ പരോക്ഷ
പരോക്ഷമായും ഒക്കെ തന്നെയും ഭീകരവാദത്തിന് സഹായം നൽകിയിട്ടുള്ള രാജ്യങ്ങളാണ് തുർക്കിയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളെന്ന് ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ചൈനയെയും തുർക്കിയെയും അടക്കമുള്ള വിവിധ രാജ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പര്യടനത്തിലേക്ക് ഇന്ത്യൻ യിലുള്ള എം പിമാരും അതോടൊപ്പം നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും പോകുന്നത്. എന്തായാലും 2 സംഘങ്ങളാണ് ഇന്ന് പ്രധാനമായും വിവിധ രാജ്യങ്ങളിലേക്ക് തിരിക്കുക. ജോൺ ബ്രിട്ടാസ് എം പിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മറ്റു എം പിമാരുടെയൊക്കെ തന്നെയും നേതൃത്വത്തിലുള്ള സംഘം ആദ്യം ബാങ്കോക്കിലേക്കും പിന്നീട് രണ്ടാമത്തെ സംഘം UAE-യിലേക്കുമാണ് പുറപ്പെടുന്നത്. എന്തായാലും രാവിലെ 11 മണിയോട് കൂടിയാണ് ആദ്യ സംഘം പുറപ്പെടുക. വിനിഷ. ശരി, താങ്ക് യു. റഷീദാണ് ദില്ലിയിൽ നിന്ന് സമഗ്രമായി നമ്മുടെ എം പിമാരുടെ പ്രത്യേക സർവകക്ഷി സംഘത്തിൻ്റെ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമഗ്രമായി തന്നെ പറഞ്ഞു തന്നത്.